ഉണ്ണികൃഷ്ണന്റെ കല്യാണം ഭാഗം 3. 2-3 സ്ഥലത്ത് പോകാനുള്ള അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ ഇന്നലെ തന്നെ ഏൽപ്പിച്ചതല്ലേ? അതൊന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ അല്ലേ? മാഷ് ധൈര്യമായിട്ടിരിക്കി. എൻ്റെ കൂടെയല്ലേ ഉണ്ണി വരുന്നത്, പിന്നെ എന്തിനാ പേടിക്കണത്? അതാ എൻ്റെ പേടി. എനിക്കിന്ന് ഒഴിവില്ലാഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ മാധവൻ്റെ കൂടെ ഞാൻ അവനെ പറഞ്ഞു വിടുമായിരുന്നുള്ളൂ. അമ്മാമ്മ പേടിക്കണ്ട, രാഘവേട്ടൻ ഒരു കുഴപ്പമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. ശരി ശരി. ഇനി സംസാരിച്ച് നിന്ന് സമയം കളയണ്ട, വേഗം ഇറങ്ങാൻ നോക്ക്. നീ എൻ്റെ കാർ എടുത്തോ ഉണ്ണി. വേണ്ട അമ്മാമ്മേ, ഞാൻ എൻ്റെ ബൈക്കിൽ പോയിക്കോളാം. വലിയ ദൂരമൊന്നുമില്ലല്ലോ അവിടേക്ക്. പറഞ്ഞതനുസരിക്കും ഉണ്ണി. കാറിൽ പോയാൽ അതിൻ്റെ അന്തസ്സ് ഒന്ന് വേറെ തന്നെയാ. നീ എൻ്റെ മരുമോനും കൂടിയാ, അത് ഓർമ്മ വേണം. അത് മാഷ് പറഞ്ഞത് വളരെ ശരിയാ. കാവുംപാട്ട് ശങ്കരമാഷിൻ്റെ മരുമകൻ ഒരു ബൈക്കിലൊക്കെ പെണ്ണ് കാണാൻ ചെന്നാൽ അവർക്കൊന്നും വലിയ മതിപ്പുണ്ടാവില്ല. പോരാത്തതിന് പെണ്ണിൻ്റെ അച്ഛൻ ഇത്തിരി പൊങ്ങച്ചക്കാരനാന്നാ കേട്ടത്. അമ്മമ്മ പറയുന്നത് കേൾക്കൂ ഉണ്ണി. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ എതിരൊന്നും പറയല്ലേ. ഓ ആയിക്കോട്ടെ, ഇനി അമ്മ കൂടി നിർബന്ധിക്കണ്ട. ഞാൻ കാറിൽ പൊക്കോളാം. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ ഉണ്ണിയും കാര്യസ്ഥൻ രാഘവനും ചുവന്ന ആൾട്ടോ കാറിൽ കയറി അവിടേക്ക് പോകാൻ പുറപ്പെട്ടു. വണ്ടി പതുക്കെ നീങ്ങി. അവർ പോകുന്നത് കണ്ണിൽ നിന്ന് അകലുന്നത് വരെ ഉമ്മറത്തിറങ്ങി നിന്ന് ഭാനുമതി നോക്കി നിന്നു. ഇതെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു എൻ്റെ കൃഷ്ണ. ഏറെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ഭാനുമ്മ അവർ പോകുന്നത് നോക്കി നിന്നു. എല്ലാം ശരിയാകും ഭാനു. അവന് യോജിച്ച ഒരു കുട്ടിയെ തന്നെ അവന് കിട്ടും. നീ ആദ്യം പിടിക്കാണ്ടിരുന്നാൽ മാത്രം മതി. തന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏട്ടൻ്റെ വാക്കുകൾ കേട്ടതും ഭാനുമതി തിരിഞ്ഞു നിന്നു. എങ്ങനെ ഏട്ടാ ഞാൻ ആദ്യം പിടിക്കാണ്ടിരിക്കുക? ആരെയും എൻ്റെ കുട്ടി ഇതുവരെ നോവിപ്പിച്ചിട്ടില്ല. മരിച്ചുപോയ അവൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞ് വരുന്ന ആലോചനകളൊക്കെ മുടങ്ങിപ്പോകുന്നത് ഏട്ടനും കാണുന്നതല്ലേ. ആളുകളൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ചിക്കിച്ചികയുന്നതെന്നറിയുവോ? അറിയാം ഭാനു. ഇന്നത്തെ കാലം അതല്ലേ. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചെക്കൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം. ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് വീടും വേണ്ട, വീട്ടുകാരും വേണ്ട, ചെക്കനെ മാത്രം മതി. കാലത്തിൻ്റെ ഓരോ വികൃതികൾ, അല്ലാണ്ട് എന്താ പറയുക? അയാൾ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് ഭാനുമതിയെ വീണ്ടും നോക്കി. നീ ധൈര്യമായിട്ടിരിക്കേ. സമയമായാൽ എല്ലാം ശരിയാകും. നീ വിളിക്കുന്ന കൃഷ്ണൻ അവനായി ഒരു പെൺകുട്ടിയെ കരുതി വെച്ചിട്ടുണ്ടാകും. അവർ തമ്മിൽ ഒരു നാൾ കണ്ടുമുട്ടുകയും ചെയ്യും. എല്ലാം മുകളിലിരിക്കുന്ന ആളുടെ ലീലാവിലാസങ്ങളല്ലേ. ഏതായാലും ഉണ്ണി പോയി വരട്ടെ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ഭാനു. വന്നിട്ടൊന്നും കഴിക്കാതെ പോവുകയാണോ ഏട്ടൻ? ഒന്നും വേണ്ടാഞ്ഞിട്ടാ ഭാനു. ഉണ്ണി പോയി വരുന്നത് വരെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല. പ്രത്യേകിച്ച് ഒപ്പം പോയിരിക്കുന്നത് ആ രാഘവനും കൂടിയാ. വിഡ്ഢിത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കാണ്ടിരുന്നാൽ മാത്രം മതിയായിരുന്നു. കാത്തോണേ കൃഷ്ണ എന്ന് മാത്രമേ പറയാനൊക്കൂ. ഇനി നിൽക്കണില്ല, ഞാൻ പോവുക. കൂടുതൽ നിർബന്ധിക്കുന്നത് ഏട്ടന് ഇഷ്ടമില്ലെന്നറിയാവുന്നത് കൊണ്ട് ഭാനുമതി പിന്നെയൊന്നും സംസാരിക്കാൻ നിന്നില്ല. ശരിയെന്നർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് ഏട്ടനെ യാത്രയാക്കാൻ ശ്രമിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം, ഉണ്ണി ഒരല്പം സ്പീഡ് കുറയ്ക്കൂ. ഇത് എന്തൊരു പോക്കാ? ഇത് കാറല്ലേ. ഞാനൊരു പ്രായം ചെന്ന മനുഷ്യനാണെന്ന ചിന്ത നിനക്കുണ്ടോ കുട്ടി? എൻ്റെ രാഘവേട്ട, നിങ്ങൾ പേടിക്കണ്ട. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ പുറത്തേക്ക് എന്തായാലും തെറിച്ചു പോവില്ല. അത് നീ എന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തിരിച്ചെത്തുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇവിടേക്ക് വന്നത്. പെൺമക്കൾ 2 എനിക്ക്. അതിലൊന്നിനെ കൂടി നല്ലൊരാൾക്ക് കൈപിടിച്ചു കൊടുക്കാൻ ഒരച്ഛൻ വേണ്ടേ ഉണ്ണി? അതുകൊണ്ട് പറഞ്ഞതാ.
നായരുടെ രസികൻ തമാശയും സംസാരവും ഉള്ളതുകൊണ്ട് ഡ്രൈവിംഗ് ഒരു ബോറടിയായി ഉണ്ണിക്ക് തോന്നിയതേയില്ല. രാഘവേട്ട, അമ്മാമ്മ പറഞ്ഞ സ്ഥലം എത്തിയെന്നാ തോന്നുന്നത്. നമുക്ക് ആ കടയിലൊന്ന് ചോദിച്ചു നോക്കിയാലോ? ശരി, നീ വണ്ടി അവിടേക്ക് ചേർത്ത് നിർത്ത്, ഞാൻ ഇറങ്ങി ചോദിക്കാം. ഉണ്ണി കാറ് പതുക്കെ ആ പലചരക്ക് കടയുടെ മുൻപിലേക്ക് ചേർത്ത് നിർത്തി. രാഘവൻ നായർ കാറിൽ നിന്നിറങ്ങി അവിടെ പണിയെടുക്കുന്ന ഒരാളോട് കാര്യങ്ങൾ അന്വേഷിക്കാനായി അങ്ങോട്ട് നടന്നു. രാഘവൻ നായരെ കടയും ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചുകൊണ്ട് അവിടെ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. അതെ, ഞങ്ങൾ ഈ ചുറ്റുവട്ടത്ത് ആദ്യമായിട്ട് വരിക. ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. പരിചിതമല്ലാത്ത ആ മുഖം കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരനും കാര്യം എന്തെന്ന് തിരക്കി. എന്താ അമ്മാവ, വല്ലതും വാങ്ങാനാണോ? എന്താ വേണ്ടത്? അയ്യോ, എനിക്കൊന്നും വേണ്ട. ഞാൻ ഒരാളുടെ വീട് അന്വേഷിച്ച് വന്നതാ. ആണോ? ആരാ ആള്? പറഞ്ഞോളീൻ. ഈ സദാനന്ദൻ എന്ന് പറഞ്ഞ ആളുടെ വീട് ഏതാണ്? ഒന്ന് പറയാമോ? ഏത്? നമ്മുടെ പൊങ്ങച്ചൻ സദാനന്ദന്റെ വീടാണോ? അവന്റെ സംസാരം കേട്ട് കടയുടെ ഓണർ അവിടേക്കെത്തി. എന്താ നജീമ ഇത്? ഒരാളെ അന്വേഷിച്ച് വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുക? ചെല്ലിയേ, അന്റെ പണി നോക്ക്. ഇവരോട് ഞമ്മള് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. എന്നാ ശരി ഇക്കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അകത്തേക്ക് പോയി. സാമാന്യം വലുപ്പവും പൊക്കമുള്ള ഒരു മുസൽമാന്. അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ നിസ്കാരത്തഴമ്പ് തെളിഞ്ഞു കാണും. അയാൾ രാഘവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, ആരങ്ങള്? എവിടുന്ന് വരുന്നു? മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്താ കാര്യം? എൻ്റെ സുഹൃത്തെ, ഇവിടെ സദാനന്ദൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് അന്വേഷിച്ച് വന്നതാ. കുറച്ചടുത്തുനിന്ന് തന്നെയാ. അയാളുടെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതാ ഞങ്ങള്. ദാ ആ നിക്കണതാ ചെക്കൻ. അഡ്രസ്സുണ്ട്, വഴി കൃത്യമായി അറിയില്ല, അതുകൊണ്ട് ചോദിക്കാന്ന് കരുതി. ഓഹോ, അതാണ് കാര്യം. ഇപ്പോൾ ആളെ പിടികിട്ടി. 2 പെൺകുട്ടികളുള്ള സദാനന്ദൻ. എൻ്റെ അനന്തരവൻ പറഞ്ഞ ആള് തന്നെയാ അത്. പിന്നെ നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, ആളിത്തിരി പൊങ്ങച്ചുള്ള കൂട്ടത്തിലാ. അതുകൊണ്ടാ ഓൻ അങ്ങനെ പറഞ്ഞത്. ഓ, അതൊന്നും സാരമില്ല, ഞങ്ങൾക്കതൊക്കെ അറിയാം. എന്നാ ഇവിടുന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞ ഒരിടവഴി കാണാം. കാറൊക്കെ പോകൂട്ടോ അവിടേക്ക്. ആ വഴിയിലൂടെ നേരെ പോയ ഒരു മഞ്ഞ പെയിന്റ് അടിച്ച ടെറസ് വീട് കാണാം. അതാണ് ഈ പറഞ്ഞ സദാനന്ദന്റെ ഭവനം. ഇപ്പൊ പിടികിട്ടി കാണുമല്ലോ. ഓ, വളരെ ഉപകാരം സുഹൃത്തെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നോക്കട്ടെ. എന്തായാലും പരിചയപ്പെട്ടതല്ലേ, എനിക്കൊരു പാക്കറ്റ് തേനുണ്ട കൂടി എടുത്തോളൂ. ആയിക്കോട്ടെ, വീട്ടിലെ ചെറിയ കുട്ടിക്കാവും അല്ലേ? ആ, ഒരു ചെറിയ കുട്ടിയുണ്ട്. അയാൾ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. പെട്ടെന്നാണ് കടയുടെ ഓണർ ഒരു കാര്യം വിളിച്ചറിയിച്ചത്. അതേ, എന്തായാലും ചെക്കനെ ഞമ്മക്ക് പെരുത്തിഷ്ടായിന്ന് ഒന്ന് അറിയിച്ചേക്കണേ. ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാഘവൻ നായർ വീണ്ടും മുന്നോട്ട് നടന്നു. അയാൾ തിരിച്ച് ഉണ്ണിയുടെ അടുത്തേക്കെത്തി. കാത്തുനിൽപ്പ് അവസാനിച്ചുവല്ലോ എന്ന ആശ്വാസത്തിൽ ഉണ്ണി രാഘവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, പോയിട്ട് എന്തായി? വല്ലതും നടക്കുമോ ആശാനെ? പിന്നല്ലാണ്ട്. ഈ രാഘവൻ നായർ ഒരു കാര്യത്തിനിറങ്ങിയാൽ അത് വെടിപ്പായിട്ടേ ചെയ്യത്തുള്ളൂന്ന് നിനക്കറിയാലോ ഉണ്ണി. ഉവ് ഉവ്. രാഘവേട്ടനെ കളിയാക്കിയൊരു നോട്ടം വഹിച്ചുകൊണ്ട് അവൻ കാറിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഉണ്ണിയുടെ പെണ്ണുകാണൽ ചടങ്ങിനെ കുറിച്ച് അടുത്ത പാർട്ടിൽ പറയാം. വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.